നിരവധി രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി ഇറാൻ പ്രതിരോധ മന്ത്രി രംഗത്ത്. ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ അവർ ഒരിക്കൽ പോലും തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രതിരോധ മന്ത്രിയായ ആസിസ് നസീർ സാദെ ആണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധം 60 ദിവസത്തെ വെടിനിർത്തലോടുകൂടി തന്നെ വിരാമമിട്ടപ്പോൾ 2 മാസം പിന്നിടുമ്പോൾ അത് കഴിഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇതിൽ ഇല്ല എന്ന സാധ്യതയാണ് ഇവിടെ പുറത്തു വരുന്നത്. മിസൈൽ വികസനം ഇറാൻ സൈന്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തന്നെ തുടരുന്നുവെന്നും ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് ശേഷം മുൻഗണനകൾ മാറിയേക്കാമെന്നും ഇവിടെ ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ജൂണിൽ 12 ദിവസത്തെ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിന്നിരുന്നുവെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് ഇറാനിൽ മിസൈലുകൾ തടയാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. യുദ്ധം 15 ദിവസം കൂടെ നീണ്ടു നിന്നിരുന്നുവെങ്കിൽ അവസാന 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇസ്രായേലികൾക്ക് നമ്മുടെ മിസൈലുകൾ ഒന്നും തന്നെ ആക്രമിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഈ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത്. വളരെയധികം അതായത് ഇസ്രായേലിനെ ഇതിനോട് പ്രേരിപ്പിച്ചുവെന്നും ഇക്കാരണത്താൽ തന്നെ അവരുടെ മിസൈലുകളോ ആയുധങ്ങളോ ഏറ്റവും കൂടുതലായി തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ ഈ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷകാലത്ത് ടെഹ്റാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധങ്ങളിൽ ഒന്നായ ഖാസിം ബാസിർ മിസൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നുവെന്നും പറയുന്നു. ഇറാനിയൻ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഖാസിം ബാസിറിന്റെ ഏകദേശം ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 1200 കിലോമീറ്റർ ആണ്. ഇതിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു ദൂരപരിധിയാണ്. മാത്രമല്ല ഈ മിസൈലുകൾ ഏറ്റവും കൃത്യമായ ആയുധം എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 21 ഇറാന്റെ നാവിക അഭ്യാസത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികൾക്കിടയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലൊരു പരാമർശം രംഗത്ത് വരുന്നത്. അന്ന് ഒമാൻ ഉൾക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇറാന്റെ സൈനികം ഉപരിതല ലക്ഷ്യങ്ങളിൽ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചതിനു ശേഷം ഇറാന്റെ ആദ്യ സൈനിക അഭ്യാസമായിരുന്നു അവിടെ നടന്നത്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ പതിറ്റാണ്ടുകളായി തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ടെഹ്റാന്റെ അതായത് അത്യാധുനികമായ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള കഴിവിനെ ഒരു പരിമിതപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് ആഭ്യന്തര വികസനത്തിനെയും അതുപോലെ പഴയ സംവിധാനങ്ങളുടെ നവീകരണത്തെയും ഒക്കെ തന്നെ ആശ്രയിക്കാൻ രാജ്യത്തെ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ജൂൺ 13 ഇസ്രായേൽ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ആക്രമിച്ച് അവരുടെ ആണവ കേന്ദ്രം വളരെയധികം തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ യുദ്ധത്തെ കൊണ്ടുപോയിരുന്നു. മുതിർന്ന കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ തന്നെ 1000-ലധികം പേരായിരുന്നു ഈ ഒരു ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും. ഇസ്രായേലിൽ ഡസൻ കണക്കിന് ജീവൻ അപഹരിച്ച മിസൈൽ ആകട്ടെ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇറാൻ പ്രതിരോധിച്ചതെന്ന് അല്ലെങ്കിൽ പ്രതികരിച്ചതെന്നായിരുന്നു അവർ അവകാശവാദം ഉന്നയിച്ചതും. ജൂൺ 22 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഇടപെടുകയും ജൂൺ 24 തന്നെ വാഷിംഗ്ടൺ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഈ കരാറിനെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം പിന്നീട് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രകോപനകരമായ രീതിയിലുള്ള ആക്രമണവും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഈ പ്രതിരോധ മന്ത്രി പറഞ്ഞതിൽ നിന്നും പ്രകോപനകരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നതും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ കയ്യിൽ തങ്ങൾ ശക്തരാണ്, തങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകി അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.